നിങ്ങളുടെ നക്ഷത്രം വെറും ജന്മത്തിന്റെ ഒരു അടയാളമല്ലെന്നാണ് നമ്മുടെ ജ്യോതിഷം പറയുന്നത്. നിങ്ങളുടെ സ്വഭാവത്തിന്റെ ചില പ്രത്യേക പ്രവണതകൾ നിങ്ങളുടെ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ നക്ഷത്രം എന്താണ്? അവസാനം വരെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊതു സ്വഭാവത്തെ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് 27 നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവം നോക്കാം. ആദ്യം നമുക്ക് അശ്വതി. വേഗത്തിൽ തീരുമാനമെടുക്കും, സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടും, പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നല്ല ധൈര്യം കാണിക്കും. ഭരണി. ഉത്തരവാദിത്വമുള്ളവരായിരിക്കും, ശക്തമായ മനസ്സുണ്ടാകും, ഇഷ്ടപ്പെട്ട കാര്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കും. കാർത്തിക. വ്യക്തമായ ചിന്ത, ധൈര്യം, തെറ്റെന്ന് തോന്നിയാൽ തുറന്നു പറയുന്ന സ്വഭാവം. രോഹിണി. ആകർഷകമായ വ്യക്തിത്വം, സൗന്ദര്യബോധം, സ്നേഹവും സുഖസൗകര്യങ്ങളും ഇഷ്ടപ്പെടുക. ഇനി മകയിരത്തിലേക്ക് പോയാൽ എപ്പോഴും എന്തെങ്കിലും അന്വേഷിക്കുന്ന ഒരു മനസ്സ്, പുതിയ കാര്യങ്ങൾ അറിയുവാനുള്ള കൗതുകം, ഇതാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. അടുത്തത് തിരുവാതിര. ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കും, വികാരങ്ങൾ ശക്തമായിരിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും. പുണർദം. വീണുപോയാലും വീണ്ടും ഉയർന്നു വരുന്ന സ്വഭാവമായിരിക്കും പുണർദം, പ്രതീക്ഷ കൈവിടാത്തവർ കൂടി ആയിരിക്കും. പൂയം. കരുതലുള്ള മനസ്സ്, മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകും, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകും. അടുത്തത് ആയില്യം. വളരെ ഒബ്സർവൻ്റ് ആയിരിക്കും, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിവുള്ളവരെന്ന വിശ്വാസം, രഹസ്യ സ്വഭാവവും കാണാം ഇത്തരം ആളുകളിൽ. അടുത്തത് മകം. അഭിമാനവും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ബഹുമാനം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കും മകം നക്ഷത്രക്കാർ. പൂരം. സന്തോഷവും സൗഹൃദവും ഇഷ്ടപ്പെടും, കലയും സ്നേഹബന്ധങ്ങളും ആസ്വദിക്കുന്ന സ്വഭാവമായിരിക്കും. അടുത്തത് ഉത്രം. വിശ്വസ്തരും ഉത്തരവാദിത്വമുള്ളവരും, ഒരു ബന്ധത്തിലെത്തിയാൽ അത് നിലനിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അടുത്തത് അത്തം. കാര്യങ്ങൾ സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ ഇഷ്ടപ്പെടും, പ്രാക്ടിക്കൽ തിങ്കിങ് എന്ന് നമ്മൾ പറയും, ആ പ്രാക്ടിക്കൽ തിങ്കിങ് കൂടുതലായിരിക്കും. ചിത്തിര. ക്രിയേറ്റിവിറ്റിയും സൗന്ദര്യബോധവും വ്യത്യസ്തമായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. ചോതി. സ്വാതന്ത്ര്യം വളരെ ഇഷ്ടപ്പെടും, പുതിയ ആളുകളെയും അതുപോലെ തന്നെ പുതിയ അനുഭവങ്ങളെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. അടുത്തത് വിശാഖം. ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള ശക്തമായ ആഗ്രഹമുണ്ടായിരിക്കും, അതുപോലെ തന്നെ മത്സരബുദ്ധി കാണാം നമുക്ക്. അനിഴം. സൗഹൃദങ്ങൾക്ക് വില നൽകുന്നവരായിരിക്കും, വിശ്വസ്തത വളരെ പ്രധാനമാണ്, ബന്ധങ്ങളിൽ അവർ ആഴമന്വേഷിക്കും. തൃക്കേട്ടക. ആത്മവിശ്വാസവും ഉത്തരവാദിത്വ ബോധവും ഉണ്ടായിരിക്കും, പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം നമുക്ക് തൃക്കേട്ടക്കാരിൽ കാണാൻ സാധിക്കും. മൂലം. കാര്യങ്ങളുടെ വേരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സ്വീകരിക്കാൻ കഴിവുള്ളവരാണ് യഥാർത്ഥത്തിൽ മൂലം നക്ഷത്രക്കാർ. അടുത്തത് പൂരാടം. സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും, ആത്മവിശ്വാസം കൂടുതലായിരിക്കും. ഉത്രാടം. അച്ചടക്കവും ഉത്തരവാദിത്വവും കഠിനാധ്വാനത്തിലൂടെ മുന്നേറുവാനുള്ള ശ്രമവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. അടുത്തത് തിരുവോണം. ശ്രദ്ധിച്ചു കേൾക്കുന്ന സ്വഭാവം, അറിവിനും സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്ന ആളുകളും ആയിരിക്കും. അവിട്ടം. സജീവമായ മനസ്സ്, സമൂഹത്തിൽ സ്വന്തമായൊരു സ്ഥാനം നേടാൻ ആഗ്രഹിക്കും. അടുത്തത് ചതയം. സ്വതന്ത്രമായി ചിന്തിക്കുന്നവർ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങൾ ഇവർക്കുണ്ടായിരിക്കും. അടുത്തത് 25ാമത്തെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രം. ആഴത്തിലുള്ള ചിന്തയും ആത്മീയതയോടുള്ള താല്പര്യവും ഇവരിൽ കാണാം, കാര്യങ്ങളെ കുറച്ചുകൂടി ഗൗരവമായിട്ട് സമീപിക്കും. 26ാമത്തെ നക്ഷത്രം ഉത്രട്ടാതി. ശാന്തമായ സ്വഭാവം, സഹനശക്തി കൂടുതലായിരിക്കും, മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. ഇനി 27ാമത്തെ നക്ഷത്രമാണ് രേവതി. സൗമ്യതയും കരുണയും, യാത്ര, അറിവ്, പുതിയ അനുഭവങ്ങൾ എന്നിവയോട് ഇവർ താല്പര്യം കാണിക്കാം. ഇതാണ് 27 നക്ഷത്രങ്ങളുടെയും ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഓരോ നക്ഷത്രത്തെയും കുറിച്ച് പറയുന്ന
പൊതുവായ ജ്യോതിഷ വിശ്വാസങ്ങളും വിവരണങ്ങളും മാത്രമാണ്. ഒരാളുടെ ഈ മുഴുവൻ വ്യക്തിത്വവും നമുക്ക് ഈ നക്ഷത്രം മാത്രം നോക്കി തീരുമാനിക്കാൻ പറ്റില്ല. എങ്കിലും നമുക്ക് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ഈ വിവരണങ്ങളിൽ എത്രത്തോളം നിങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഈ കമൻറ്റിൽ എഴുതുക. അടുത്ത വീഡിയോയിൽ കമൻറ്റിൽ എഴുതുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഓരോ നക്ഷത്രത്തിൻ്റെയും പോസിറ്റീവ് സൈഡ് എന്താണ്, നെഗറ്റീവ് സൈഡ് എന്താണ്, റിലേഷൻഷിപ്പ് നാച്ചർ എന്താണ്, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തൊക്കെയാണ് അവർക്കുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.